ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് റെഡിയാക്കാൻ പോകുന്നത് റവ കേസരി. നല്ലൊരു സ്വീറ്റാണ്. ഇതിലേക്കായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് റവ, 3 കപ്പ് ഷുഗർ, 4 ടീസ്പൂൺ ഗീ, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് കുങ്കുമപ്പൂവ്, ഏലക്ക പൊടിച്ചത്, കാഷ്യൂനട്ട്, റൈസിൻസ്, 3 കപ്പ് വെള്ളം തിളപ്പിച്ചത്. ഇത്രയാണ് വേണ്ടത്. ആദ്യം നമ്മൾ പാനിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ആഡ് ചെയ്ത് കൊടുക്കുന്നു. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് മാറ്റി വെച്ചു. അതേ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്തതിന് ശേഷം 1 കപ്പ് റവ മാറ്റി വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നു. റവ നന്നായിട്ട് ഗീയിൽ ഫ്രൈ ചെയ്തെടുക്കണം. കരിഞ്ഞു പോവാൻ പാടില്ല. മീഡിയം ആൻഡ് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അത് മാറ്റി വയ്ക്കുന്നു. പിന്നീട് 3 കപ്പ് തിളപ്പിച്ച വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം വെള്ളം വെട്ടി തിളക്കട്ടെ. വെട്ടി തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ റവ, ആ റവ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് കൂടെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം. റവ കട്ട പിടിക്കാതെ നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം. നല്ല രീതിക്ക് ഇളക്കി ഫ്ലെയിം കൂട്ടി വെച്ച് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അതിലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു തിക്കായി വരുന്ന രൂപത്തിലാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതാ ഇപ്പോൾ നമുക്ക് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവമാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെയായിട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് മിക്സ് ചെയ്യണം. ആ റവയും ഷുഗറും ഗീയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിക്ക് നല്ല രീതിക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നല്ലൊരു തിക്കായി വരുന്ന രൂപത്തിലാകുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നോക്കൂ, ഇതേ രീതിക്ക് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുകയാണ് വേണ്ടത്. ഇത് നല്ല തിക്കായിട്ടുള്ളൊരു രൂപമായിട്ട് റവ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഏകദേശം തിക്കായി വരുന്നുണ്ട്. നമ്മളുടെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു രൂപം ആകുന്ന സമയത്ത് ഏകദേശം റെഡിയായി വരും എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം കുങ്കുമപ്പൂവ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. നല്ല രീതിക്ക് പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂനട്ട്, അതുപോലെ റൈസിൻസ്, ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ കേസരി ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്വീറ്റാണ്.
ഫങ്ഷനും അതുപോലെ ഫെസ്റ്റിവൽസിനൊക്കെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റാണ്. ഞാനിതൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം കുറച്ച് റൈസിൻസും കാഷ്യൂനട്ടും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.